പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി ദൈവജനത്തിൻ്റെ മധ്യയായിരിക്കാൻ ദൈവം നൽകിയതായ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ കാണിച്ചതായ ദൈവിക കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനം കേൾക്കുന്നത്, അത് വായിക്കുന്നത്, അത് പ്രമാണിക്കുന്നത് ഏറ്റവും ഭാഗ്യകരമായ ഒരനുഭവമാണ്. അപ്രകാരമുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഏവരെയും നയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ 2020 ഏറ്റവും അവസാന മാസമായ ഡിസംബർ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ 2020 നമ്മെ വിട്ട് കടന്നു പോകും. ഈ വർഷം COVID-19 എന്ന മഹാമാരിയുടെ വലിയ ഭീതിയിലും ഭയത്തിലും കടന്നുപോയ ഒരു വർഷമായി. ചെറിയവരായും വലിയവരായും അനേക ആയിരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പലർക്കും ആഗ്രഹിക്കുന്നതായ ഒരു നല്ല ശവ സംസ്കാരം പോലും ലഭിക്കാതെ വണ്ണം അനേകർ പ്രിയപ്പെട്ടവർ ഈ ലോകം വിട്ട് കടന്നുപോയത് നാം മാധ്യമങ്ങളിലൂടെയും മറ്റ് സാഹചര്യങ്ങളിലൊക്കെ നാം കണ്ടതാണ്. എന്നാൽ വലിയവനായ ദൈവം ഈ ആണ്ടിൻ്റെ അവസാന നിമിഷങ്ങൾ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർക്കുമ്പോൾ ദൈവത്തിനെ എത്ര സ്തുതിച്ചാലും എത്ര സ്തോത്രം പറഞ്ഞാലും മതി വരികയില്ല. ദൈവം കരുതിയ വിധങ്ങളും ദൈവം നടത്തിയ വഴികളും ഒക്കെ എത്രയോ അത്ഭുതമാണ് എന്ന് ഈ സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില നിമിഷങ്ങൾ നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ. 8-ാം അധ്യായത്തിൽ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഈ 20 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ചിന്തകൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കും. ആവർത്തന പുസ്തകം എന്ന് പറയുന്നതിനെ തൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ ദൈവം മോശ മുഖാന്തരം മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് അവിടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതായ കനാൻ നാട്ടിലേക്കുള്ള അവിടെ മരുഭൂമി യാത്രയുടെ അനുഭവങ്ങളെ, അല്ലെങ്കിൽ നാളിതുവരെ അവരെ നടത്തിയ കൊണ്ടുവന്ന വിവരങ്ങളെ ഒരു പ്രാവശ്യം കൂടെ മോശ മുഖാന്തരം തൻ്റെ ജനത്തെ ഓർപ്പിക്കുന്നതായ ഒരു പുസ്തകമാകുന്നുവല്ലോ ഈ ആവർത്തന പുസ്തകം. ഈ നിമിഷം ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ഈ ഒരു വർഷക്കാലം നമ്മെ നടത്തിയ വഴികളെ, നമ്മെ കൊണ്ടുവന്നതായ വിവരങ്ങൾ പുറമോട്ട് തിരിഞ്ഞ് ഒന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നല്ലതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയെങ്കിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഹരിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഈ നിമിഷം നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പുറമോട്ടുള്ള ചില നിമിഷങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഏറിയ വർഷങ്ങളിലേക്ക് പുറമോട്ട് പോകേണ്ട ഈ ഒരു വർഷക്കാലത്തെ അനുഭവങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കി ദൈവത്തിന് ഒരു നിമിഷം നിറഞ്ഞ കണ്ണുകളോട് ഒരു സ്തോത്രം പറയാം. ഈ 8-ാം അധ്യായത്തിൻ്റെ
ഇതിലെ രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി ഈ 40 സംവത്സരം നീ മരുഭൂമിയിൽ കൂടെ നടന്നത് നിങ്ങൾ ഓർക്കണം. ഒന്നാമത് ദൈവം അല്ലെങ്കിൽ മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, നിങ്ങൾ നടന്നു വന്ന അല്ലെങ്കിൽ കടന്നു വന്ന പാതകളെ ഒന്ന് ഓർക്കണം. ഈ നിമിഷം ഈ ദൈവവചനം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആരംഭമായി പറഞ്ഞതുപോലെ ഒത്തിരി വർഷങ്ങളിലേക്ക് പുറമോട്ട് പോകേണ്ട ഈ 2020 ദൈവം നമ്മെ നടത്തിയ വഴികൾ നമുക്ക് ഒരു നിമിഷം ദൈവ വചനത്തിന് മുൻപിൽ നമുക്ക് പുറമോട്ട് നോക്കി അല്ലെങ്കിൽ ഓർക്കാം. എന്നെ ഉണ്ട് ഓർക്കാൻ ജീവിതത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ ഈ നിമിഷം പങ്കുവയ്ക്കുവാനായിട്ടുണ്ട്. എന്നാൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കൂടുതലായൊന്നും വിവരിക്കുന്നില്ല. ഇസ്രായേൽ ജനത്തിന് ഈ പിന്നിട്ട നാളുകളിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്തതായിരിക്കുന്ന അത്ഭുത പ്രവർത്തികൾ, അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. ആദ്യമായി അവർ യാത്ര ചെയ്തു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും. യാത്ര സുഖകരമായി, ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വളരെ, അല്ലെങ്കിൽ ഒരു എയർ കണ്ടീഷനിൽ ഇരിക്കുന്നത് പോലെ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്, സുഗമമായ യാത്ര. എന്നാൽ അടുത്ത ആ പടിയിലേക്ക് വരുമ്പോൾ അവർ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ തീരത്തായി. ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി ചെങ്കടലിനെ വിഭാഗിച്ചു. അവരുടെ മുൻപിൽ യോർദാനെ വറ്റിച്ചു. ഉയർന്നതായ എരിഹോവിൻ്റെ മതിലിനെ തകർത്തു. വെള്ളമില്ലാതെ നിലവിളിച്ചപ്പോൾ പാറയിൽ നിന്നുള്ള വെള്ളം പുറപ്പെടുവിച്ചു. അവരുടെ മുൻപിൽ അവർക്കെതിരായി നിന്നതിനെയെല്ലാം ദൈവം അനുകൂലമാക്കി. അവരുടെ യാത്ര സുഗമമായിരുന്നു. ഈ നിമിഷം ഒന്ന് പുറമോട്ട് തിരിഞ്ഞ് നോക്കിക്കുകയും നമ്മുടെ ജീവിതയാത്രയിൽ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ തകർന്നു പോകും, അല്ലെങ്കിൽ വീണു പോകും. ഇനി ഒരു പടി മുൻപോട്ട് പോകുവാൻ യാതൊരു സാധ്യതയും മുൻപിലില്ല എന്ന് വിചാരിച്ച് നെടുവേർപ്പെട്ടതായ സന്ദർഭങ്ങളിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വലിയവനായ ദൈവം നമ്മെ നടത്തി. ഭക്തനായ മനുഷ്യൻ പാടുന്ന ഒരു പാട്ടിപ്രകാരമുണ്ടല്ലോ, കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തവൻ. സംഗീതക്കാരൻ പറയുന്നു, ഞാൻ നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. അതുകൊണ്ട് നമ്മെ നടത്തിയ വഴികൾ നമുക്ക് പുറമോട്ട് തിരിഞ്ഞ് നോക്കാം. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടം ജീവിതത്തിൽ എങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ എപ്രകാരം നടത്തും എന്ന് വിചാരിച്ച് നമ്മൾ ഭാരപ്പെട്ടതായ നിമിഷങ്ങളിൽ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതായിരിക്കുന്ന അത്ഭുതമായ വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു. ദാഹിച്ചിരുന്നിടത്ത് അവൻ വെള്ളം, വരണ്ട നിലത്ത് നീരൊഴുക്കുകൾ പകർന്ന് തൻ്റെ ജനത്തെ നടത്തിയതുപോലെ വലിയവനായ ദൈവം നമ്മെ ഈ 2020 പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലയളവിൽ ദൈവം നമ്മെ നടത്തി എന്നുള്ളത് ഈ നിമിഷം നിറഞ്ഞ കണ്ണുകളോട് നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം.
അപ്പോൾ ഒന്ന് നടത്തിയ വഴികൾ മറന്നുപോകരുത്. 103 സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്താ ദൈവം നമുക്ക് ചെയ്ത ഉപകാരം? 116 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, 2-ാമത്തെ വാക്യം മുതൽ താഴ്ത്ത് വായിക്കുമ്പോൾ, മരണവാസങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. യഹോവ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുള്ളവൻ, അവൻ കരുണയുള്ളവൻ. താഴ്ത്തുവായി, അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചു. ദൈവം നമുക്ക് രക്ഷകനായും നമ്മുടെ വീഴ്ചയിൽ നമ്മെ അവൻ താങ്ങി. നിത്യദുഃഖത്തിന് കാരണമായ ഒരു കഷ്ടത ദൈവം നമുക്ക് തന്നില്ല. നമ്മൾ ഓർക്കണം, ഈ കോവിഡ് വന്ന് രാവും വിട്ട് കടന്നുപോയതിൽ നിന്ന് യാതൊരു വ്യത്യസ്തതയും നമുക്ക് പറയുവാനായിട്ടില്ല. പക്ഷേ വലിയവനായ ദൈവം അത്ഭുതമായി നമ്മെ പരിപാലിച്ചു, നമ്മെ സൂക്ഷിച്ചു. ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. ദൈവം നമ്മെ സൂക്ഷിച്ചതായ, നമ്മെ പരിപാലിച്ചതായ, നമ്മെ നടത്തിയതായ, നമ്മെ കരുതിയതായ വിധങ്ങളോർത്ത് ഈ നിമിഷം നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. ഒന്ന് ഓർക്കണം, ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദ് യാതൊരു യോഗ്യതയും പറയുവാനില്ല. പക്ഷേ അവൻ്റെ മൊത്ത സഹോദരന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്ന ഒരുവൻ. അവരവകാശപ്പെടുന്ന യാതൊന്നും ദാവീദിന് അവകാശപ്പെടാനില്ല. പക്ഷേ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിലായിരുന്നതായ ഇസ്രായേൽ ദാവീദിനെ ദൈവം ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു. അവൻ രാജസ്ഥാനത്തിരിക്കുമ്പോൾ അവൻ അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നതായിട്ട് നമുക്ക് ഓർക്കണം. 2 ഈ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, ഒരു അപ്പൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു പിതാവ് മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തിയത് നീ ധ്യാനിക്കണം. പലപ്പോഴും നമ്മെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് ദൈവം നമ്മെ ശിക്ഷിക്കുന്നത്? യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അവൻ നമ്മെ ശിക്ഷിക്കും. ചിലപ്പോൾ അവൻ നമ്മെ ശാസിക്കും, ചിലപ്പോൾ അവൻ നമ്മെ തല്ലിയെന്ന് വരാം. ഒരു പിതാവ് ഒരിക്കലും ഒരു മകനെ ശിക്ഷിക്കുന്നത്, അവനെ ശാസിക്കുന്നത്, അവനെ അടിക്കുന്നത് ഒരിക്കലും അവൻ്റെ അധപ്പതനത്തിനോ അവൻ്റെ പരാജയത്തിനോ അല്ല, പിന്നെയോ അതവൻ്റെ നന്മയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം, ഈ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതായ ചില ശിക്ഷകൾ, ചിലപ്പോൾ ഒരു രോഗമായിരിക്കാം, ഭൗതികമായ ചില ഞെരുക്കമായിരിക്കാം, കുടുംബത്തിൽ അടിക്കടി ഉണ്ടാകുന്നതായ പ്രതിസന്ധികളായിരിക്കാം, പെട്ടെന്ന് വരുമാനങ്ങൾ നിൽക്കുന്നതായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ആ ശിക്ഷയിലൂടെ, ആ അനുഭവത്തിലൂടെ കടന്നുപോയത് ഒരിക്കലും നമ്മുടെ പരാജയത്തിനോ നാശത്തിനോ അല്ല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, റോമാലേഖനം 8-ാമത്തെ വാക്യത്തിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ നിമിഷം ദൈവം നമ്മെ അധികമായി ശോധനയിലൂടെ നെടുവീർപ്പിലൂടെ കടത്തിവിട്ട
ഒരു വർഷമെങ്കിൽ അത് നീ എന്ത് ചെയ്യണം? ഒന്ന് ധ്യാനിച്ചേ, ഒന്ന് ഓർത്തേ. ഏത് അനുഭവമാണ് നമുക്ക് മറക്കാനാവാത്തത്? പെട്ടെന്നുണ്ടായതായ രോഗം, അതിനെ തുടർന്ന് ഒരുപക്ഷെ ഓപ്പറേഷന് വിധി എഴുതിയതായ സംഭവങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ, ദൈനംദിന ജീവിതത്തിൻ്റെ വർദ്ധിച്ചു വരുന്നതായ ആവശ്യങ്ങൾ, ഇതൊക്കെയും നമ്മെ ഒരിക്കലും ദൈവം തകർത്ത് കളയുവാനല്ല. ഭക്തനായ മനുഷ്യൻ പാടി നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല ഈ ശോധന, പിന്നെയോ നീ പൊന്നുപോലെ പുറത്തു വരുവാനാണ്. അതുകൊണ്ട് ദൈവം ശാസിച്ചതും ദൈവം ശിക്ഷിച്ചതും ദൈവം ശോധനയിലൂടെ കടത്തിവിട്ടതും ആ നിമിഷങ്ങളിൽ ഈ സമയം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. മൂന്നാമത് ആ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം കാണുന്നു: നീ ഭക്ഷിച്ച്, അല്ലെങ്കിൽ നീ ചെല്ലുന്നതായ ദേശം സമൃദ്ധിയുടെ ദേശമാണ്. നീ അവിടെ ചെന്ന് ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം പറയണം. സ്തോത്രം പറയണം. ഈ 2020 ഏറ്റവും അവസാനത്തോടെ നമ്മൾ അടുക്കുമ്പോൾ ഹൃദയംഗമായി നിറഞ്ഞ കണ്ണുകളോടെ തകർന്ന മനസ്സോടെ നമുക്കൊരു സ്തോത്രം പറയാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. കാരണം ഈ ഒരു വർഷക്കാലം ദൈവം നമ്മെ പോറ്റി, നമ്മെ പുലർത്തി, നമുക്ക് ധരിപ്പാനും നമുക്ക് ഭക്ഷിപ്പാനും പാർക്കുവാനും നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന നമ്മെ പോഷിപ്പിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഈ നിമിഷം നമ്മൾ ഒരു സ്തോത്രം പറയണം. ദാവീദ് പറയുന്നു, എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവീൻ, ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് അവരവരായിരിക്കുന്ന നിമിഷങ്ങളിൽ നമുക്കൊരു സ്തോത്രം പറയാം. ബ്രാലേഖനം പറയുന്നു, അധരബലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിപ്പി. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം പറയാനില്ലയോ? ഉണ്ട്. ഈ നിമിഷം ദൈവസന്നിധിയിൽ എത്ര സ്തോത്രം പറഞ്ഞാലും മതിയാകുകയില്ല. അത്രമാത്രം ഈ 2020 ദൈവം നടത്തി, ദൈവം കരുതി, ദൈവം പരിപാലിച്ചു. ഇതിനാ സ്തോത്രം പറയുന്നത്. സ്തോത്രം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? 116 സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സ്തോത്രം. 68-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അതേ സ്തോത്രം എന്ന് പറയുന്നത് സകല യാഗങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഈ നിമിഷം നമുക്കൊരു സ്തോത്രം പറയാം. ഇസ്രായേൽ ജനത്തെ മോശ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, നിങ്ങളെ നടത്തിയ വഴികൾ നിങ്ങൾ മറക്കരുത്, ഓർക്കണം. നിങ്ങളെ ശാസിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുവാൻ ദൈവം നിങ്ങളെ ഒരുപക്ഷെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തു. വേദനയിലൂടെയും ശോധനയിലൂടെ ഒക്കെ കടന്നുപോയെങ്കിലും അത് നിങ്ങൾ ധ്യാനിക്കണം. 3, നിങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയണം. അതുകൊണ്ടുള്ള വാക്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ കൈ കൊണ്ടും നിങ്ങളുടെ ശക്തി കൊണ്ടും നിങ്ങളുടെ ബലം കൊണ്ടും ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കിയെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒരിക്കലും പറയരുത്.
നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കുവാൻ ആരോഗ്യം തന്നത് നിങ്ങളുടെ ദൈവമല്ലയോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിഗളിച്ചു പോകരുത്. നിങ്ങൾ ദൈവത്തെ മറന്നു കളയരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകരുത്. പിന്നെന്ത് ചെയ്യണം? നിങ്ങളെ നടത്തിയ വഴികൾ നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ അടുത്ത തലമുറകളോടും പറയണം എന്ന അധ്യായവും അതിൻ്റെ അടുത്ത അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം ഓർപ്പിക്കുന്നു. നിങ്ങളെ നടത്തിയ വഴിയാണ്. നിങ്ങളുടെ വസ്ത്രം ജീർണിക്കാൻ, നിങ്ങളുടെ കാല് വീങ്ങാതെ, നിങ്ങളുടെ കൊച്ചിന് മുട്ടുവരാതെ നിങ്ങളെ നടത്തിയ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ധ്യാനിക്കണം. 3, നിങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയണം. അതുകൊണ്ട് ഈ ചിന്ത ഈ 2020 അവസാനത്തോളം എത്തുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കട്ടെ. നടത്തിയ വിധങ്ങൾക്ക് നമുക്ക് സ്തോത്രം പറയാം. പുതിയ ഒരു വർഷം കർത്താവ് നമുക്ക് തരുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ആയാലും ദാവീദ് ഒരു കാര്യം പറഞ്ഞു: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പണിയല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. അതുകൊണ്ട് പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും ദൈവത്തോടു കൂടെ ആയിരിക്കുന്നുവെങ്കിൽ നമുക്കതിന്മേലൊക്കെയും പൂർണ്ണ ജയം തരും എന്നുള്ള ഒരു വലിയ പ്രത്യാശയോടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കിനെ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ 2020 അതിൻ്റെ ഏറ്റവും അവസാനത്തോളം ഞങ്ങൾ കടന്നു വരികയാണ്. COVID-19 എന്ന മഹാമാരിയാൽ സ്വദേശങ്ങളിലും വിദേശങ്ങളിലും ചെറിയവരും വലുവരുമായി ആയിരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ, അനേകർ വാഹനങ്ങളിൽ വഴിത്തലയ്ക്കൽ പട്ടുപോയപ്പോൾ, അനേകർ വാഹനങ്ങൾ പലരെ വിഴുങ്ങിക്കളഞ്ഞപ്പോൾ, ചെറിയവരും വലുവരുമായി അനേകായിരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ബലഹീനരായ ഞങ്ങളെ ഈ ആണ്ടിൻ്റെ അവസാനത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ധ്യാനിച്ചതായ ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തിരിഞ്ഞു നോട്ടത്തിന് അനുഭവമായിരിക്കാൻ സഹായിക്കണം. പുതിയ വർഷം പുത്തൻ തീരുമാനത്തോടും പ്രതീക്ഷയോടും കർത്താവ് ഏത് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കടന്നു വന്നാലും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പണിയല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും എന്ന് ദാവീദ് പറഞ്ഞതുപോലെ മുന്നേറുവാനുള്ള ദൈവകൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. തിരുസാന്നിധ്യം കൊണ്ട് മറയ്ക്കണം. ദൈവദിനം കേട്ട എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ. മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. ദൈവത്തെ കേൾക്കുമാറാകണമേ.